ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 2026 ഈ റീസെന്റായി റിലീസായ അരൂപി എന്നൊരു ഹൊറർ ത്രില്ലർ മൂവിയുടെ കഥയാണ്. നൂറ്റാണ്ടുകളായി ആരും കടന്നു ചെല്ലാത്ത ഒരു ഇരുണ്ട നിലവറയ്ക്കുള്ളിൽ ഒരു ആത്മാവ് മോചനത്തിനായി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ ജീവിച്ചിരുന്ന സുന്ദരിയായ ഒരു തമ്പുരാട്ടിയുടെ ആത്മാവായിരുന്നു അത്. കാലം കടന്നുപോയപ്പോൾ അവൾ ശക്തിമതിയായ ഒരു യക്ഷിയായി മാറി. ഒടുവിൽ ആ ബന്ധനം തകർത്ത് അവൾ പുറത്തു വരുന്നു. പുറത്തു വന്നതിനു ശേഷം അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് നിരഞ്ജൻ എന്ന യുവാവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പോലും മടിയില്ലാത്ത ആ യക്ഷി നിരഞ്ജനെ മാത്രം എന്തുകൊണ്ടാണ് വെറുതെ വിടുന്നത്? അവനോട് അവൾക്ക് തോന്നിയത് പ്രണയമാണോ, അതോ നിരഞ്ജനുമായി അവൾക്കുള്ള ആ ബന്ധത്തിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റൊരു രഹസ്യം ഉണ്ടോ? എനിവേ, അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ഈ സിനിമയുടെ കഥയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. കാലൂർ മനയിൽ ജീവിച്ചിരുന്ന പത്മിനി എന്ന തമ്പുരാട്ടി കുട്ടിയെ കാണിക്കും. സൗന്ദര്യം മാത്രമല്ല, സംഗീതത്തിലുള്ള കഴിവും എല്ലാവരോടുമുള്ള സ്നേഹപൂർവ്വവുമായ പെരുമാറ്റവും കാരണം അവൾക്ക് നാട്ടുകാർക്കിടയിൽ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. അവളെ കാണുന്നവർ പോലും ഒരു അപ്സരസാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലായിരുന്നു പത്മിനിയുടെ സൗന്ദര്യം. എന്നാൽ ആ സൗന്ദര്യത്തിന് പിന്നിൽ മറ്റൊരു അപകടം പതിയിരിക്കുന്നുണ്ടായിരുന്നു. പത്മിനിയുടെ ബന്ധുവായ ദത്തൻ തമ്പുരാന് അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. സാധാരണ പ്രണയമായിരുന്നില്ല അത്. ക്രൂരതയിലും ദുർമന്ത്രവാദത്തിലും വിശ്വസിച്ചിരുന്ന ദത്തൻ പത്മിനിയെ സ്വന്തമാക്കാൻ എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു. പക്ഷെ പത്മിനിയുടെ ഹൃദയം മറ്റൊരാൾക്കായി സമർപ്പിക്കപ്പെട്ടിരുന്നു. ആര്യനാട്ടുമനയിലെ സൂര്യൻ നമ്പൂതിരിയോടായിരുന്നു അവൾക്ക് പ്രണയം. അയോധന വിദ്യയിലും മന്ത്രവാദ വിദ്യകളിലും കഴിവുള്ള സൂര്യൻ നമ്പൂതിരിയുമായി പത്മിനിയുടെ ബന്ധം ചെറുപ്പം മുതൽക്കേ ഉള്ളതായിരുന്നു. അവരുടെ പ്രണയം ദത്തന്റെ മനസ്സിൽ പക വളർത്തി. സൂര്യൻ നമ്പൂതിരിയെ ഒഴിവാക്കി പത്മിനിയെ സ്വന്തമാക്കാനുള്ള പല ശ്രമങ്ങളും അയാൾ നടത്തി. എന്നാൽ ഓരോ തവണയും അവന്റെ പദ്ധതികൾ പരാജയപ്പെട്ടു. ഒടുവിൽ പത്മിനി ഒരിക്കലും തനിക്ക് സ്വന്തമാകില്ലെന്ന് ദത്തന് മനസ്സിലാക്കും. അവിടെയാണ് അവന്റെ ക്രൂരമായ ആ തീരുമാനം ഉണ്ടാകുന്നത്. ചതിയിലൂടെ പത്മിനിയെ കൊലപ്പെടുത്തുകയായിരുന്നു ദത്തൻ. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും പൂർത്തിയാക്കാനാവാതെ മരണപ്പെട്ട പത്മിനിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല. അവളുടെ വേദനയും പകയും അവളെ ഒരു യക്ഷിയാക്കി മാറ്റി. അതിനുശേഷം കാലൂർ മനയിൽ സംഭവിച്ചത് ഭയാനകമായ കാര്യങ്ങളായിരുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി ആളുകൾ കൊല്ലപ്പെടാൻ തുടങ്ങി. പത്മിനിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയാത്ത അവസ്ഥയായി. ഒടുവിൽ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ച ദത്തൻ തമ്പുരാനും അവളുടെ കൈകളാൽ കൊല്ലപ്പെടുന്നു. പത്മിനിയുടെ സാന്നിധ്യം ആ നാടിന്റെ സമാധാനം തന്നെ തകർക്കുന്നു. നാട്ടുകാരിൽ ഭൂരിഭാഗവും ഭയന്ന് ആ നാട് വിട്ടു തന്നെ പോകാൻ കാരണമാകും. ഒരിക്കൽ ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞിരുന്ന പ്രദേശം പതിയെ നശിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പത്മിനിയെ തടയാൻ ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അത് അവളുടെ പഴയ പ്രണയമായ സൂര്യൻ നമ്പൂതിരിക്കാണ്. തന്റെ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് സൂര്യൻ നമ്പൂതിരി ഒരു പ്രത്യേക പൂജ നടത്തും. ലക്ഷ്യം പത്മിനിയുടെ ആത്മാവിനെ നിയന്ത്രിക്കുക എന്നതായിരുന്നു. ഒടുവിൽ ആ ശ്രമം വിജയിക്കുന്നു. പത്മിനിയുടെ ആത്മാവിനെ ഒരു പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കാൻ സൂര്യ നമ്പൂതിരിക്ക് സാധിക്കും. അതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവും അദ്ദേഹം സ്വന്തമാക്കി, ഒരു മോതിരം. പത്മിനിയെ ആവാഹിച്ച ആ പഞ്ചലോഹ വിഗ്രഹവുമായി അദ്ദേഹം കാലൂർ മനയിൽ നിന്നും ആര്യനാട്ട് മനയിലേക്ക് എത്തുന്നു. പിന്നീട് ആരും കാണാത്ത രീതിയിൽ പഞ്ചലോഹ വിഗ്രഹം മനയിലെ ഒരു രഹസ്യ നിലവറയ്ക്കുള്ളിൽ ഒളിപ്പിക്കും. അങ്ങനെ പത്മിനിയുടെ ആത്മാവ് വീണ്ടും ബന്ധനത്തിലായി. വർഷങ്ങൾ കടന്നു, തലമുറകൾ മാറി. പക്ഷെ ആ നിലവറയ്ക്കുള്ളിൽ പത്മിനി തമ്പുരാട്ടിയുടെ ശക്തി അതേപടി നിലനിന്നു. കാലം പിന്നെയും മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ ആര്യനാട്ട് തറവാടിന്റെ അവസാന അവകാശി നിരഞ്ജനാണ്. ചെറുപ്പം മുതൽ തന്നെ അമ്മ പറഞ്ഞു തന്നിരുന്ന പത്മിനി തമ്പുരാട്ടിയുടെ കഥകൾ കേട്ടാണ് നിരഞ്ജൻ വളർന്നത്. എന്നാൽ ആ കഥ തന്റെ സ്വന്തം ജീവിതവുമായി ഇത്ര ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. മാതാപിതാക്കളുടെ മരണശേഷം നിരഞ്ജൻ ഒറ്റയ്ക്കായി. പിന്നീട് സുഹൃത്തായ അർജുനൊപ്പമാണ് അവൻ താമസിക്കുന്നത്. നിലവിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ പ്രൊജക്ട് ഹെഡായി ജോലി ചെയ്യുന്ന നിരഞ്ജന്റെ ജീവിതത്തിൽ മറ്റൊരു ബന്ധവുമുണ്ട്. അവന്റെ ടീമിൽ ജോലി ചെയ്യുന്ന സാക്ഷിയുമായി അവൻ പ്രണയത്തിലാണ്. ജോലിയുടെ കാര്യത്തിലും നിരഞ്ജന് കമ്പനിയിൽ നല്ലൊരു സ്ഥാനമുണ്ട്. MD-യുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ഒരു പ്രധാനപ്പെട്ട പുതിയ പ്രോജക്റ്റിന്റെ ഉത്തരവാദിത്തം അവനെയാണ് MD ഏൽപ്പിക്കുന്നത്. കമ്പനിയുടെ ഭാവിയെ തന്നെ ബാധിക്കാവുന്ന പ്രോജക്റ്റ് ആയതിനാൽ നിരഞ്ജൻ അതിന്റെ വിജയത്തിനായി മുഴുവൻ ശ്രദ്ധയും നൽകും. പക്ഷെ അപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ വിശദീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. മരിച്ചുപോയ അമ്മയുടെ ശബ്ദം താൻ കേൾക്കുന്നതായി നിരഞ്ജന് പലപ്പോഴും തോന്നാറുണ്ട്. ഉറക്കത്തിനിടയിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും കുളിക്കുന്ന സമയത്ത് പോലും അമ്മ തന്നെ വിളിക്കുന്നത് പോലെയുള്ള വളരെ വിയേർഡായ അനുഭവം അവനെ പിന്തുടരുന്നു. ആദ്യമൊക്കെ അതിനെ അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഈ അനുഭവങ്ങൾ നിരഞ്ജന്റെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കാൻ തുടങ്ങി. അവനിൽ വന്ന മാറ്റം സാക്ഷിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ പലതവണ ചോദിച്ചെങ്കിലും തന്റെ പ്രശ്നത്തെക്കുറിച്ച് നിരഞ്ജൻ അവളോട് തുറന്നു പറയില്ല. ഇതിനിടെ സാക്ഷിയുടെ ഒരു ഫ്രണ്ടിന്റെ ജന്മദിനാഘോഷത്തിൽ നിരഞ്ജനും സാക്ഷിയും പങ്കെടുക്കും. പാർട്ടിക്കിടെ അമിതമായി മദ്യപിച്ച നിരഞ്ജനെ ഒടുവിൽ സാക്ഷി തന്നെയാണ് വീട്ടിലെത്തിക്കുന്നത്. പക്ഷെ വീട്ടിലെത്തിയിട്ടും അവന് സമാധാനം ലഭിക്കില്ല. വീണ്ടും അമ്മയുടെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നും. ആ അനുഭവത്തിൽ നിന്നും രക്ഷപ്പെടാൻ
രക്ഷപ്പെടാൻ ശ്രമിച്ച ശേഷം ഒടുവിൽ നിരഞ്ജൻ ഉറങ്ങിപ്പോകും. അടുത്ത ദിവസം ഓഫീസിലെത്തിയപ്പോൾ MD പുതിയ പ്രോജക്ടിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആവശ്യപ്പെടുന്നു. ടീമിനൊപ്പം ചേർന്ന് നിരഞ്ജൻ പ്രസന്റേഷനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. ഈ പ്രൊജക്ട് നഷ്ടപ്പെട്ടാൽ കമ്പനിക്ക് വലിയ സാമ്പത്തികവും ബിസിനസ് സംബന്ധമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവന് വ്യക്തമായി അറിയാം. അതിനാൽ വളരെ ഗൗരവത്തോടെയാണ് അവൻ അതിനായി തയ്യാറെടുക്കുന്നത്. ഒടുവിൽ ക്ലയന്റുകൾക്ക് മുന്നിൽ പ്രൊജക്ട് അവതരിപ്പിക്കുന്നതിനുള്ള സമയമെത്തുന്നു. എല്ലാം ശരിയായി പോകുന്നതിനിടയിലാണ് വീണ്ടും വളരെ വിയേഡായ ആ അനുഭവം നിരഞ്ജനെ പിടികൂടുന്നത്. അമ്മയുടെ ശബ്ദവും ഹാലുസിനേഷനും അവന്റെ ശ്രദ്ധ പൂർണ്ണമായും തകർക്കുന്നു. ക്ലയന്റുകൾക്ക് മുന്നിൽ തുടരാൻ കഴിയാതെ നിരഞ്ജൻ പ്രസന്റേഷൻ പാതി വഴിയിൽ നിർത്തി പുറത്തേക്ക് പോകും. കമ്പനിക്ക് ഈ അവസരം നഷ്ടപ്പെടാതിരിക്കാനായി സാക്ഷി ഉടനെ തന്നെ സാഹചര്യം ഏറ്റെടുക്കും. നിരഞ്ജന് പകരം അവൾ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. അവളുടെ അവതരണം ക്ലയന്റുകൾക്ക് ഇഷ്ടപ്പെടുകയും ഒടുവിൽ കമ്പനിക്ക് പ്രോജക്ട് ലഭിക്കുകയും ചെയ്യുന്നു. എല്ലാവരും സാക്ഷി അഭിനന്ദിക്കുമ്പോൾ നിരഞ്ജന്റെ മനസ്സിൽ മറ്റൊരു വികാരമാണ് തോന്നുക. തനിക്ക് ലഭിക്കേണ്ട അംഗീകാരം സാക്ഷിക്ക് ലഭിച്ചതിലുള്ള അസ്വസ്ഥതയിൽ അവൻ അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകും. അതേസമയം നഗരത്തിൽ നിന്നും അകലെയുള്ള ആര്യനാട്ടുമലയിൽ മറ്റൊരു സംഭവ പരമ്പര ആരംഭിക്കുകയാണ്. മനയിൽ മോഷണം നടത്താൻ 2 കള്ളന്മാർ പ്ലാനിടും. അവർക്ക് വേണ്ടിയിരുന്നത് സാധാരണ വിലപിടിപ്പുള്ള വസ്തുക്കളായിരുന്നില്ല, നിലവറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പഞ്ചലോക വിഗ്രഹമായിരുന്നു. നിരഞ്ജൻ സിറ്റിയിൽ താമസിക്കുന്നതിനാൽ മനയിൽ ഇപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോഷ്ടാക്കൾക്ക് അവിടെ കയറുന്നത് എളുപ്പമായി. അവർ മനയ്ക്കുള്ളിൽ കടന്ന് ഒടുവിൽ രഹസ്യ നിലവറയിലെത്തും. അവിടെ ഒരു പെട്ടിക്കുള്ളിൽ ചുവന്ന തുണിക്കുള്ളിൽ പൊതിഞ്ഞ നിലയിലാണ് പഞ്ചലോഹ വിഗ്രഹം കണ്ടെത്തുന്നത്. അതിനു ചുറ്റും മന്ത്രവാദവുമായി ബന്ധപ്പെട്ട തകിടുകളും ബന്ധനങ്ങളും ഉണ്ടായിരുന്നു. അവയൊന്നും കാര്യമാക്കാതെ കള്ളന്മാർ വിഗ്രഹം പുറത്തെടുക്കും. എന്നാൽ അതിലൊരാൾ കൈവച്ചതോടെ ശക്തമായ ഒരു ഷോക്കേറ്റതുപോലെ അയാൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു. വിഗ്രഹം താഴെ വീഴും. അതിൽ നിന്നും ഒരു ചെറിയ പുക മുകളിലേക്ക് ഉയരുന്നു. ഭയം തോന്നിയെങ്കിലും വിഗ്രഹം കൈവശപ്പെടുത്തി ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കും. മനയ്ക്ക് പുറത്തേക്ക് എത്തിയപ്പോഴാണ് അവർ കുളക്കടവിനടുത്ത് ഒരു യുവാവിനെയും യുവതിയെയും കാണുന്നത്. ആരും തങ്ങളെ കാണാതിരിക്കാനായി ആ കള്ളന്മാർ അവിടെ ഒളിച്ചതെന്ന് അവരെ വീക്ഷിക്കുകയായിരുന്നു. എന്നാൽ സാധാരണ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയ ആ യുവാവും യുവതിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പേടി സ്വപ്നമായി മാറും. പെട്ടെന്ന് യുവതിയുടെ കണ്ണുകൾക്ക് അസാധാരണമായ മാറ്റം സംഭവിക്കുന്നു. അടുത്ത നിമിഷം അവൾ തന്നെ കാമുകനെ പിടിച്ച് കുളത്തിലേക്ക് തള്ളിയിടുന്നു. വെള്ളത്തിൽ വീണ യുവാവിനെ അവൾ വെള്ളത്തിൽ വെച്ച് തന്നെ മുക്കി കൊലപ്പെടുത്തും. തുടർന്ന് അവളും ആ കുളത്തിലേക്ക് മുങ്ങിത്താഴുന്നു. ഈ കാഴ്ച കണ്ട കള്ളന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കില്ല. പേടിച്ചു പോയ അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓടുന്നതിനിടയിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന പഞ്ചലോക വിഗ്രഹവും ആ കുളത്തിലേക്ക് തെറിച്ചു വീഴുന്നു. അത് തിരിച്ചെടുക്കാൻ പോലും ധൈര്യമില്ലാതെ ഇരുവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. അവർക്കറിയില്ലായിരുന്നു അവർ കുളത്തിലേക്ക് ഉപേക്ഷിച്ച ആ വിഗ്രഹത്തിനുള്ളിൽ തന്നെയായിരുന്നു പത്മിനിയുടെ ആത്മാവ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. കുറച്ചു സമയത്തിനു ശേഷം കുളത്തിനുള്ളിൽ നിന്നും ആ യുവതി വീണ്ടും പുറത്തേക്ക് വരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ സാധാരണ ഒരു പെൺകുട്ടിയല്ല, പത്മിനി തമ്പുരാട്ടിയുടെ രൂപത്തിലാണ് അവൾ വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ മറ്റൊരിടത്ത് നിരഞ്ജൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. താൻ കണ്ടത് സ്വപ്നമായിരുന്നുവെന്ന് അവൻ തിരിച്ചറിയും. മുറിക്ക് പുറത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിയതോടെ നിരഞ്ജൻ വാതിലിനടുത്തേക്ക് പോകുന്നു. പുറത്ത് എന്താണെന്ന് പരിശോധിക്കാൻ അവൻ തുടങ്ങും. അതേസമയം അവന്റെ ഫ്രണ്ടായ അർജുൻ നിരഞ്ജൻ റൂമിനുള്ളിൽ ഇല്ലെന്ന് മനസ്സിലാക്കും. വീട്ടിലെ ഓരോ മുറിയിലും അന്വേഷിച്ചിട്ടും നിരഞ്ജനെ കണ്ടെത്താനാകാതെ അർജുൻ ആകെ ടെൻസ്ഡ് ആകും. രാത്രിയിൽ കാണാതായ നിരഞ്ജനെ ഒടുവിൽ അർജുൻ കണ്ടെത്തുന്നത് പടിക്കെട്ടിന് സമീപം ബോധരഹിതരായി കിടക്കുന്ന നിലയിലാണ്. എന്നാൽ താൻ അവിടെ എങ്ങനെ എത്തിയെന്നതിനെ കുറിച്ച് നിരഞ്ജന് യാതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് രാവിലെ നടക്കാനിറങ്ങിയ ഒരു നാട്ടുകാരൻ ആര്യനാട്ടം മനയുടെ പരിസരത്ത് എത്തിയിരുന്നു. ആ പറമ്പിൽ നിന്നും ഒരു തേങ്ങ എടുക്കുന്നതിനായി കുളക്കടവിലേക്ക് ചെന്ന് അയാൾ വെള്ളത്തിൽ എന്തോ പൊങ്ങിക്കിടക്കുന്നത് ശ്രദ്ധിക്കും. അതൊരു ഡെഡ് ബോഡിയാണെന്ന് അയാൾക്ക് മനസ്സിലാകും. ഭയന്നുപോയ അയാൾ ഉടനെ തന്നെ അവിടെ നിന്നും ഓടിപ്പോയി നാട്ടുകാരെ വിവരമറിയിക്കുന്നു. സംഭവം അറിഞ്ഞതോടെ പോലീസും ആര്യനാട്ടം മനയിലേക്ക് എത്തും. കുളത്തിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് അത് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. എന്നാൽ തങ്ങളുടെ കയ്യിൽ നിന്ന് വീണുപോയ ആ വിഗ്രഹം വീണ്ടും തിരിച്ചെടുക്കാനായി ആ കള്ളന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയതോടെ അവർക്കത് സാധിക്കാതെ വരും. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അവർ സാഹചര്യം ശാന്തമായ ശേഷം തിരിച്ചെത്താമെന്ന് തീരുമാനിച്ച് മടങ്ങിപ്പോകും. ഇതിനിടെ ആര്യനാട്ടുമനയുടെ കാര്യസ്ഥനായ നിരഞ്ജന്റെ സുഹൃത്ത് അവനെ ഫോണിൽ ബന്ധപ്പെടുന്നു. മനയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണമെന്നും അയാൾ നിരഞ്ജനോട് പറയും. വാർത്ത കേട്ട ഉടനെ തന്നെ നിരഞ്ജൻ ഓഫീസിലേക്ക് പോകുന്നു. MDയോട് സംസാരിച്ച് കുറച്ച് ദിവസത്തേക്ക് ലീവ് അനുവദിക്കണമെന്ന് നിരഞ്ജൻ പറയും. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ക്ലയന്റ് പ്രസന്റേഷനിൽ നിരഞ്ജന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് MD ആദ്യം സംസാരിക്കും. പ്രസന്റേഷൻ നിർണായക സമയത്ത് നിരഞ്ജന് അത് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതും പിന്നീട് സാക്ഷി ഇടപെട്ട് പ്രസന്റേഷൻ ഏറ്റെടുത്ത് കമ്പനിയുടെ പ്രൊജക്ട് സ്വന്തമാക്കാൻ സഹായിച്ചതുമെല്ലാം MD ഓർമ്മപ്പെടുത്തും. ആ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും സോ ലീവ് അനുവദിക്കാൻ കഴിയില്ലെന്നുമാണ് MD പറയുന്നത്. ഇത് കേട്ടതോടെ നിരഞ്ജന്റെ ക്ഷമ നശിക്കും. എന്ത് വന്നാലും ഞാൻ ലീവിൽ പോകുകയാണെന്ന് പറഞ്ഞ് നിരഞ്ജൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ദേഷ്യത്തോടെ പോകുന്ന നിരഞ്ജനെ പുറകിൽ നിന്നും സാക്ഷി വിളിക്കുന്നുണ്ടെങ്കിലും അവൻ തിരിഞ്ഞു നോക്കില്ല. അവൻ നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുന്നു. സാക്ഷി
സാക്ഷിയും അവന്റെ പിന്നാലെ പോകും. കഴിഞ്ഞ ദിവസത്തെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ നിരഞ്ജൻ സാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ സാക്ഷി അവനെ ഹെൽപ്പ് ചെയ്യുക മാത്രമായിരുന്നു അന്ന് ചെയ്തത്. അത് മനസ്സിലാക്കാതെ നിരഞ്ജൻ അവളെ കുറ്റപ്പെടുത്തുന്നു. അതിനുശേഷം കാറുമായി നിരഞ്ജൻ അവിടെ നിന്നും പോകും. നിരഞ്ജന്റെ പെരുമാറ്റം സാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കും. നിരഞ്ജൻ അവിടെ നിന്നും നേരെ ആര്യനാട്ട് മനയിലേക്കാണ് പോകുന്നത്. അവിടെ അവന്റെ സുഹൃത്ത് അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മനയിൽ എത്തിയതോടെ നിരഞ്ജന്റെ മനസ്സിലേക്ക് കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ കടന്നു വരും. അമ്മയോടൊപ്പം ഈ വീട്ടിൽ ചിലവഴിച്ചിരുന്ന പഴയ നിമിഷങ്ങൾ അവൻ ഓർത്തെടുക്കും. ഇതിനിടെ നിരഞ്ജനെ ഫോണിൽ ബന്ധപ്പെടാൻ സാക്ഷി പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളുടെ കോളുകൾ എടുക്കില്ല. കുറച്ചു സമയത്തിന് ശേഷം നിരഞ്ജൻ മനയിലെ കുളത്തിലേക്ക് ഇറങ്ങുന്നു. ആ കുളത്തിൽ അവൻ കുളിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് അവൻ ആ പഞ്ചലോക വിഗ്രഹം ലഭിക്കുന്നു. വിഗ്രഹവുമായി മനയ്ക്കുള്ളിലേക്ക് തിരിച്ചെത്തിയ അവൻ തന്റെ റൂമിൽ സൂക്ഷിക്കും. തുടർന്ന് ഡയറിയിൽ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീടിനുള്ളിൽ നിന്നും ചിലങ്കിയുടെ ശബ്ദം അവൻ കേൾക്കുക. അതിന് പിന്നാലെ മനയ്ക്കുള്ളിൽ മറ്റാരോ സഞ്ചരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളും അവന്റെ ശ്രദ്ധയിൽപ്പെടും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നിരഞ്ജൻ വീടിന്റെ ഓരോ ഭാഗവും പരിശോധിക്കും. പക്ഷെ ഒരാളെയും കണ്ടെത്താനാകില്ല. അവന്റെ തൊട്ടു പിന്നാലെ പത്മിനി തമ്പുരാട്ടിയും ഉണ്ടായിരുന്നു. അവൻ കാണുന്നില്ല എന്ന് മാത്രം. അടുത്ത ദിവസം നിരഞ്ജൻ ആ പഞ്ചലോക വിഗ്രഹവുമായി തന്റെ ചെറിയച്ഛനെ കാണാൻ പോകും. വിഗ്രഹം കണ്ടതോടെ ചെറിയച്ഛന് അതിന്റെ യഥാർത്ഥ രഹസ്യം മനസ്സിലാകുന്നു. ഇത് സാധാരണ ഒരു വിഗ്രഹമല്ലെന്നും പത്മിനി തമ്പുരാട്ടിയുടെ ആത്മാവിനെ ആവാഹിച്ച് ബന്ധിച്ചിരിക്കുന്ന അതേ വിഗ്രഹമാണെന്നും അദ്ദേഹം നിരഞ്ജനോട് പറയും. അതിലും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ചെറിയച്ഛൻ പറയുക. ഇത്രയും കാലം ഈ വിഗ്രഹം കൈവശം വെച്ചിട്ടും പത്മിനി നിരഞ്ജനെ കൊലപ്പെടുത്താത്തത് അവന്റെ ഭാഗ്യം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് പത്മിനിയുടെ പഴയകാല കഥയും ചെറിയച്ഛൻ നിരഞ്ജനോട് വിശദമായി പറയും. കാവിൽ വെച്ചാണ് ദത്തൻ തമ്പുരാൻ പത്മിനിയെ പിടികൂടുന്നത്. അവിടെ വെച്ച് അവളെ കൊലപ്പെടുത്തുകയായിരുന്നു. അതും ഒരു പ്രത്യേക അമാവാസി ദിവസമായിരുന്നു അവളെ കൊന്നത്. അങ്ങനെ അമാവാസി രാത്രിയിൽ മരണപ്പെട്ടതിനാൽ പത്മിനിയുടെ ആത്മാവ് സാധാരണ ഒരു പ്രേതമായി മാറിയില്ല. പ്രതികാര ശക്തിയുള്ള ഒരു രക്തരക്ഷസായി അവളുടെ ശക്തി കൂടുതൽ വർദ്ധിക്കുകയായിരുന്നു. ഈ കഥയെല്ലാം കേട്ട ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിരഞ്ജൻ ചെറിയച്ഛനോട് ചോദിക്കും. സൂര്യ നമ്പൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന ആ മാന്ത്രിക മോതിരം ചെറിയച്ഛൻ നിരഞ്ജനെ കാണിച്ചു കൊടുക്കും. പത്മിനിയുടെ ശക്തിയെ നിയന്ത്രിക്കണമെങ്കിൽ ഈ മോതിരം അവളുടെ വിരലിൽ അണിയിക്കണമെന്നാണ് ചെറിയച്ഛൻ പറയുക. അതോടെ അവളുടെ ശക്തി ക്ഷയിപ്പിക്കാനും അവളെ തന്റെ നിയന്ത്രണത്തിലാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ട്. പത്മിനി അത്യന്തം ഉന്മാദാവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ മോതിരം അവളുടെ വിരലിൽ അണിയിക്കേണ്ടത്. അത് പ്രണയത്തിന്റെ ഉന്മാദമായാലും അതിശക്തമായ കോപത്തിന്റെ അവസ്ഥയായാലും അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താകണം ഈ മോതിരം അവളെ അണിയിക്കാൻ. മോതിരം അണിയിച്ച ഉടനെ തന്നെ താൻ അവിടെ എത്തി പത്മിനിയെ ആവാഹിക്കാമെന്നും ചെറിയച്ഛൻ നിരഞ്ജന് ഉറപ്പ് നൽകും. അങ്ങനെ ആ മോതിരവുമായി നിരഞ്ജൻ മനയിലേക്ക് തന്നെ തിരിച്ചു പോകും. മുറിയിലിരുന്ന് നിരഞ്ജൻ ഡയറിയിൽ എന്തോ എഴുതുകയാണ്. അവന്റെ അരികിൽ വെച്ചിരുന്ന പഞ്ചലോഹ വിഗ്രഹം പെട്ടെന്ന് സ്വയം ചലിക്കാൻ തുടങ്ങും. ആ കാഴ്ച നിരഞ്ജനെ ഞെട്ടിക്കുന്നു. ഒടുവിൽ നിരഞ്ജൻ അവളോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിക്കും. ഈ മുറിയിൽ നീയുണ്ടെന്ന് എനിക്കറിയാം. നീ എവിടെയാണെങ്കിലും എന്റെ മുന്നിലേക്ക് വരാനും അവൻ പറയുന്നു. നിരഞ്ജന്റെ വാക്കുകൾക്ക് പിന്നാലെ അവൾ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പത്മിനിയെ നേരിൽ കണ്ടതോടെ നിരഞ്ജൻ ഞെട്ടിപ്പോകുന്നു. എന്നാൽ അവൾ അവനെ ആക്രമിക്കില്ല. പകരം പത്മിനി അവന്റെ അടുത്തേക്കെത്തി ഇതുവരെ അവനെ കൊല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അവനോട് വെളിപ്പെടുത്തും. അവനോടുള്ള ഇഷ്ടവും സ്നേഹവുമാണ് അതിന് പിന്നിലെന്നാണ് അവൾ പറയുന്നത്. അതിലും വലിയൊരു രഹസ്യം അവൾ അവനോട് പറയും. ഞാൻ സ്നേഹിച്ചിരുന്ന സൂര്യ നമ്പൂതിരിയുടെ രക്തമാണ് നിരഞ്ജന്റെ ശരീരത്തിലുള്ളത്. അതുകൊണ്ടാണ് നിരഞ്ജനുമായി തനിക്ക് ഇത്രയും ആഴത്തിലുള്ള ബന്ധം അനുഭവപ്പെടുന്നതെന്നാണ് അവൾ പറയുന്നത്. പത്മിനി നിരഞ്ജനോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അവളുടെ ഈ പെരുമാറ്റം പതിയെ നിരഞ്ജന്റെ മനസ്സിൽ മാറ്റം വരുത്തുന്നു. അവളെ ഒരു അപകടകാരിയായ യക്ഷിയായി മാത്രം കാണാൻ അവന് കഴിയാതാകും. പിറ്റേന്ന് രാവിലെ ഉറക്കമുണരുമ്പോഴും നിരഞ്ജന്റെ മനസ്സിൽ പത്മിനിയുടെ സാന്നിധ്യമാണ്. അവളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവൻ ഉണരുന്നത് തന്നെ. അവളെ ആവാഹിച്ച് ബന്ധിക്കണമെന്നായിരുന്നു നേരത്തെ അവന്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ ആ തീരുമാനത്തിൽ തന്നെ അവന് സംശയം തോന്നി തുടങ്ങിയിരുന്നു. ഈ സമയം പത്മിനി മനയ്ക്കുള്ളിൽ വിളക്കിനുള്ള തീരെ തയ്യാറാക്കുകയാണ്. പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ല. താൻ ഉറങ്ങിയിരുന്ന കാലത്ത് ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് അറിയണമെന്ന് അവൾ നിരഞ്ജനോട് പറയും. അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയ നിരഞ്ജൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോയി ഈ ലോകം കാണിക്കാൻ തീരുമാനിക്കും. പത്മിനി ധരിച്ചിരുന്ന പഴയകാല വസ്ത്രങ്ങൾ മാറ്റി ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാനും അവൻ ആവശ്യപ്പെടും. ഇതിനിടെ ചെറിയച്ഛൻ അവനെ വിളിക്കുന്നു. പത്മിനിയെ കുറിച്ച് വീണ്ടും ചെറിയച്ഛൻ മുന്നറിയിപ്പ് നൽകും. അവൾ അതീവ ബുദ്ധിശാലിയും അപകടകാരിയുമാണ്. ആളുകളെ വശീകരിച്ച് തന്റെ നിയന്ത്രണത്തിലാക്കാനും പിന്നീട് അവരെ ഇല്ലാതാക്കാനും അവൾക്ക് കഴിയും. അതുകൊണ്ട് അവളുമായി ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ് ചെറിയച്ഛൻ പറയുന്നത്. അന്നത്തെ രാത്രി പൂർണ്ണചന്ദ്രനാണ്. അത്തരം സമയത്ത് പത്മിനിയുടെ വികാരങ്ങളും ശക്തിയും കൂടുതൽ തീവ്രമാകുമെന്നും ചെറിയച്ഛൻ പറയും. അതുകൊണ്ട് തന്നെ ആ രാത്രി തന്നെ അവളെ പ്രണയത്തിന്റെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിച്ച ശേഷം ആ രത്നമോതിരം അവളുടെ വിരലിൽ അണിയിക്കണമെന്നും അദ്ദേഹം നിരഞ്ജനോട് പറയുന്നു. നിരഞ്ജൻ അതിന് സമ്മതിക്കുകയും ചെയ്യും. ഈ സമയത്ത് പത്മിനി പുതിയ വേഷത്തിൽ അവന്റെ അടുത്തെത്തും. ഇരുവരും ഒരുമിച്ച് മനയ്ക്ക് പുറത്തേക്ക് പോകുന്നു. നിരഞ്ജൻ പത്മിനിക്ക് ഇന്നത്തെ ലോകം പരിചയപ്പെടുത്തുന്നു. അവൾക്ക്
പരിചയമില്ലാത്ത പല സ്ഥലങ്ങളും അവൻ കാണിച്ചു കൊടുക്കും. ഏറെ കാലത്തിന് ശേഷം സ്വതന്ത്രമായി പുറത്തിറങ്ങുന്ന പത്മിനിയും ആ നിമിഷങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം ഒരുമിച്ച് ചെലവഴിച്ച ശേഷം അവർ വീണ്ടും ആര്യനാട്ട് മനയിലേക്ക് തന്നെ മടങ്ങിയെത്തും. അവിടെ നിരഞ്ജന്റെ സുഹൃത്ത് അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വീട്ടിൽ തയ്യാറാക്കിയ പായസം നിരഞ്ജന് നൽകാനാണ് അവൻ വന്നത്. എന്നാൽ പത്മിനിയെ കണ്ടതോടെ അവന്റെ ശ്രദ്ധ മുഴുവൻ അവളിലേക്കായി. ആരാണ് ആ പെൺകുട്ടിയെന്ന് അയാൾ നിരഞ്ജനോട് ചോദിക്കും. എന്റെ മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ലെന്നും വർഷങ്ങളായി ഈ നാട്ടുകാർ ഭയന്നിരുന്ന കാലൂർ മനയിലെ പത്മിനി തമ്പുരാട്ടി തന്നെയാണെന്നും നിരഞ്ജൻ അയാളോട് പറയും. അതായത് നാട്ടുകാർ യക്ഷി എന്ന് പറഞ്ഞ് ഭയന്നിരുന്ന അതേ പത്മിനി. ഈ വാക്കുകൾ കേട്ടതോടെ നിരഞ്ജന്റെ സുഹൃത്ത് പേടിച്ചു പോകുന്നു. എന്നാൽ അതിലും അപകടകരമായിരുന്നു പത്മിനിയുടെ പ്രതികരണം. നിരഞ്ജൻ തന്നെക്കുറിച്ചുള്ള സത്യം പുറത്തു പറഞ്ഞത് അവളെ രോക്ഷാകുലയാക്കുന്നു. അവളുടെ മുഖഭാവം നിമിഷങ്ങൾക്കുള്ളിൽ മാറും. ശാന്തയായിരുന്ന പത്മിനിയുടെ മുഖത്ത് പെട്ടെന്ന് രൗദ്രഭാവം നിറയും. ഒന്നും പറയാതെ വളരെ ദേഷ്യത്തോടെ അവൾ അകത്തേക്ക് നടന്നു പോകുന്നു. ഇത് കണ്ട നിരഞ്ജന്റെ സുഹൃത്തും ആകെ ഷോക്ക്ഡാകും. ഇത് സാധാരണ കളിയല്ലെന്നും ഒരു യക്ഷിയോട് അടുപ്പം പുലർത്തുന്നത് സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന കാര്യമാണെന്നും സോ ഉടനെ തന്നെ നീ ഇവിടെ നിന്നും തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് നിരഞ്ജന്റെ സുഹൃത്ത് അവിടെ നിന്നും പോകുന്നു. അയാൾ പോയതിനു ശേഷം പത്മിനിയുടെ അടുത്തേക്ക് നിരഞ്ജൻ വരുമ്പോഴാണ് അവളുടെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം വന്നെന്ന് അവൻ ശ്രദ്ധിക്കുക. കുറച്ചു സമയം മുൻപ് ശാന്തിയായി പെരുമാറിയിരുന്ന അവൾ ഇപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ അതിരൂക്ഷമായ ദേഷ്യത്തിലാണ്. താൻ ഒരു പ്രേതമാണെന്ന സത്യം പുറത്തറിയാൻ പാടില്ലെന്നാണ് പത്മിനി നിരഞ്ജനോട് പറയുന്നത്. ആ രഹസ്യം മറ്റാരെങ്കിലും മനസ്സിലാക്കിയാൽ അവരെ ജീവനോടെ വിടാൻ തനിക്ക് കഴിയില്ലെന്നും അവൾ മുന്നറിയിപ്പ് നൽകും. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അവൾക്ക് നിരഞ്ജനോടുള്ള സ്നേഹം മൂലം അവൾ ആ ദേഷ്യമൊക്കെ മാറ്റുന്നു. വളരെ ശാന്തയായും സ്നേഹത്തോടെയും അവനോട് പെരുമാറാനായി തുടങ്ങും. ഇതോടെ നിരഞ്ജന് അവളെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ മാറി തുടങ്ങും. ഒടുവിൽ അവൻ ചെറിയച്ഛനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കും. പത്മിനി അപകടകാരിയായ ഒരു യക്ഷിയാണെന്നതിലുപരി ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അവൾ പെരുമാറുന്നതെന്നും അവളെ ഇനിയും ബന്ധനത്തിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുമാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ ചെറിയച്ഛൻ അതിനെ ശക്തമായി എതിർക്കുന്നു. നിരഞ്ജൻ കാണുന്നത് യഥാർത്ഥ പത്മിനി അല്ലെന്നാണ് അയാൾ പറയുന്നത്. മറ്റൊരു ശരീരത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു രൂപി മാത്രമാണ് അവൾ. ഇപ്പോൾ അവൾ ശാന്തയായി പെരുമാറുന്നുണ്ടെങ്കിലും അധികം വൈകാതെ നിരഞ്ജനും അവളുടെ അപകടത്തിന് ഇരയാകുമെന്ന് ചെറിയച്ഛൻ വാർണിംഗ് നൽകും. അതിനാൽ വികാരങ്ങൾക്ക് വഴങ്ങാതെ ഇന്ന് തന്നെ രത്നമോതിരം അവളുടെ വിരലിൽ അണിയിച്ച് അവളുടെ അമാനുഷിക ശക്തി ഇല്ലാതാക്കണമെന്നും അയാൾ പറയുന്നു. നിരഞ്ജന് അതിൽ പൂർണ്ണമായ വിശ്വാസമില്ലെങ്കിലും പകുതി മനസ്സോടെ ആ തീരുമാനം അവനും അംഗീകരിക്കും. അതേസമയം നിരഞ്ജൻ ദിവസങ്ങളായി ഫോൺ എടുക്കാത്തത് സാക്ഷിയെ വല്ലാതെ ടെൻസ്ഡ് ആക്കും. അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന ഭയമാണ് അവളെ അലട്ടുന്നത്. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ MDയോട് സംസാരിക്കാമെന്ന് സാക്ഷിയുടെ സുഹൃത്ത് അവളോട് പറയും. അങ്ങനെ അവർ MDയെ സമീപിച്ച് നിരഞ്ജനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് നിരഞ്ജന് ഒരു അപകടം സംഭവിച്ചിരുന്നുവെന്നും അതിനുശേഷം ഒരു ഡോക്ടറുടെ ചികിത്സയിലായിരുന്നുവെന്നും MD പറയുന്നത്. ഈ വിവരം സാക്ഷിയുടെ സംശയം കൂടുതൽ ശക്തമാക്കും. ഉടനെ തന്നെ ആ ഡോക്ടറുടെ അഡ്രസ് വാങ്ങി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അവർ തീരുമാനിക്കുന്നു. ഈ സമയം നിരഞ്ജന്റെ മുറിയിലേക്ക് പത്മിനി എത്തുന്നു. ഈ തവണ മറ്റൊരു ഭാവത്തിലാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. മുമ്പ് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് അവൾ നിരഞ്ജനോട് മാപ്പ് ചോദിക്കും. നിരഞ്ജൻ കാത്തിരുന്നത് ഇതുപോലൊരു അവസരത്തിനായിരുന്നു. അവളുടെ ശ്രദ്ധ മറ്റൊരിടത്തായിരുന്ന സമയത്ത് സൂര്യ നമ്പൂതിരിയുടെ ആ മാന്ത്രിക രത്നമോതിരം അവളുടെ വിരലിൽ അണിയിക്കാൻ അവന് കഴിയുന്നു. മോതിരം അണിഞ്ഞതോടെ പത്മിനി ആകെ വിയേടായി പെരുമാറാനായി തുടങ്ങുന്നു. അവസ്ഥ മനസ്സിലാക്കിയ നിരഞ്ജൻ അവളെ ഒരു മുറിയിൽ അടച്ചിടും. തുടർന്ന് ചെറിയച്ഛനെ മനയിലേക്ക് വിളിച്ചു വരുത്തുന്നു. പത്മിനിയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിനായി ഇരുവരും ചേർന്ന് പ്രത്യേക പൂജ ആരംഭിക്കും. പക്ഷെ അവർ അറിയാത്ത മറ്റൊരു നീക്കം ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. കുളത്തിൽ വീണ പഞ്ചലോക വിഗ്രഹം വീണ്ടെടുക്കാൻ നേരത്തെ ശ്രമിച്ചിരുന്ന ആ കള്ളന്മാർ വീണ്ടും മനയിലെത്തി. അവിടെ നടക്കുന്ന പൂജ അവർ കാണുന്നുണ്ട്. പൂജയ്ക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് പഞ്ചലോക വിഗ്രഹവും വെച്ചിട്ടുണ്ടെന്ന് അവർ ശ്രദ്ധിക്കും. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. നിരഞ്ജനും ചെറിയച്ഛനും മുറിയിലായിരുന്ന പത്മിനിയെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് കള്ളന്മാർ പൂജാപീഠത്തിൽ നിന്നും വിഗ്രഹം എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പത്മിനിയെ ആവാഹിക്കാനായി അവളുമായി പൂജ നടക്കുന്നിടത്ത് എത്തുമ്പോഴാണ് പഞ്ചലോക വിഗ്രഹം കാണാതായ വിവരം അവർ മനസ്സിലാക്കുന്നത്. വിഗ്രഹം കാണാതായെന്ന് മനസ്സിലായ നിമിഷം തന്നെ കാര്യങ്ങൾ മാറി മറിയും. പത്മിനിയും പെട്ടെന്ന് അവിടെ നിന്നും അപ്രത്യക്ഷയാകുന്നു. കാരണം ആ വിഗ്രഹമില്ലാതെ അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല. വിഗ്രഹം എവിടെയാണോ അവളുടെ സാന്നിധ്യവും അവിടെ ആയിരിക്കുമെന്നും ചെറിയച്ഛൻ നിരഞ്ജനോട് പറയുന്നു. വിഗ്രഹവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച കള്ളന്മാർക്ക് പക്ഷെ അധിക ദൂരം പോകാൻ കഴിയുന്നില്ല. അവർ ചെന്ന് ചാടുന്നത് പോലീസ് ജീപ്പിന് മുന്നിലാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് SI ചോദിച്ചപ്പോൾ മനയിൽ നടക്കുന്ന പൂജ കാണാനാണ് പോയതെന്നാണ് അവർ മറുപടി പറയുന്നത്. അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ SI അവർ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ അവരെയും കൂട്ടി മനയിലേക്ക് പോകുന്നു. മനയിലേക്കുള്ള യാത്രക്കിടയിൽ വഴിയിൽ ഒരു സ്ത്രീ ജീപ്പിന് കൈ കാണിക്കും. അത് പത്മിനിയായിരുന്നു. തനിക്ക് മനയിലേക്കാണ് പോകേണ്ടതെന്ന് അവൾ പറഞ്ഞതോടെ SI അവളെയും ജീപ്പിൽ കയറ്റും. യാത്രക്കിടെ പത്മിനി തന്റെ വശീകരണ ശക്തി ഉപയോഗിച്ച് കള്ളന്മാരിൽ ഒരാളെ കീഴ്പ്പെടുത്തും. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മാന്ത്രിക മോതിരം പോലും അവൾ അയാളെ കൊണ്ട് ഊരിയെടുപ്പിക്കും. അപ്പോഴേക്കും പോലീസ് ജീപ്പ് മനയിലെത്തും. എല്ലാവരും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് പത്മിനി അവിടെ നിന്നും അപ്രത്യക്ഷയായി കഴിഞ്ഞിരുന്നു. അവൾ എവിടെ പോയെന്ന് SIക്കും
കള്ളന്മാർക്കും ആകെ സംശയം തോന്നും. എങ്കിലും അത് കാര്യമാക്കാതെ അവർ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് SI നിരഞ്ജനോട് ചോദിക്കും. ഒരു ആവാഹന പൂജയാണ് നടക്കുന്നതെന്നും അതിനായി ഒരുക്കി വെച്ചിരുന്ന പ്രധാനപ്പെട്ട വിഗ്രഹം ഇപ്പോൾ കാണാനില്ലെന്നും നിരഞ്ജൻ വിശദീകരിക്കും. യക്ഷിയുടെ ആത്മാവിനെ വീണ്ടും ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ചെറിയച്ഛൻ പറയും. ഇത് കേട്ടതോടെ കള്ളന്മാർ ആകെ ഭയന്നു പോകും. അവർ മോഷ്ടിച്ച ആ പഞ്ചലോക വിഗ്രഹം ഒടുവിൽ പോലീസിന് മുന്നിൽ വെച്ച് തന്നെ അവർ തിരികെ ഏൽപ്പിക്കും. എന്നാൽ ആ വിഗ്രഹം താഴേക്ക് വെക്കുന്നതിനോടൊപ്പം അവരുടെ കൈവശമുണ്ടായിരുന്ന ആ മാന്ത്രിക രത്നമോതിരവും താഴേക്ക് വീഴുന്നു. ഇത് ചെറിയച്ഛനും കാണുന്നു. ഇത് കണ്ടതോടെ അയാൾക്ക് കാര്യങ്ങൾ വ്യക്തമായി. പത്മിനി ഇപ്പോൾ സ്വതന്ത്രയാണ്. ഇനി അവളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ചെറിയച്ഛൻ അവിടെയുള്ള എല്ലാവരോടും ഉടനെ തന്നെ മനയിൽ നിന്നും പുറത്തേക്കോടി രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്നു. എല്ലാവരും പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും മനയിലെ വാതിലുകൾ ഓരോന്നായി ശക്തമായി അടഞ്ഞു കഴിഞ്ഞിരുന്നു. വാതിലുകൾ പൂർണ്ണമായി അടയുന്നതിന് മുൻപ് ഒരു കള്ളന് മാത്രം പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ പുറത്തും പത്മിനി അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മനയ്ക്കുള്ളിൽ കുടുങ്ങിയ മറ്റുള്ളവർ ഓരോരുത്തരും വ്യത്യസ്ത മുറികളിൽ ഒളിക്കാൻ ശ്രമിക്കും. പക്ഷേ പത്മിനിയുടെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയുന്നില്ല. അവൾ ഓരോരുത്തരെയും പിന്തുടർന്ന് ഭീതിയിലാഴ്ത്തുന്നു. പത്മിനിയുടെ കോപം ഇപ്പോൾ അതിന്റെ പരമാവധിയിലെത്തുന്നു. ആ SIയെ പിടിച്ച് അവൾ ഭിത്തിയോട് ചേർത്ത് അയാളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങും. ഈ സമയത്ത് നിരഞ്ജൻ വീണ്ടും ആ മാന്ത്രിക രത്നമോതിരം അവളുടെ വിരലിൽ അണിയിക്കാൻ ശ്രമിക്കും. മോതിരം അണിഞ്ഞതോടെ പത്മിനിയുടെ ശക്തി വീണ്ടും കുറയുന്നു. ഈ അവസരം മുതലെടുത്ത് എല്ലാവരും ചേർന്ന് അവളെ പിടികൂടും. പത്മിനിയെ പൂജാക്കളത്തിലേക്ക് കൊണ്ടുവന്നിരുത്തിയ ശേഷം ചെറിയച്ഛൻ ആവാഹന ക്രിയകൾ ആരംഭിക്കും. പത്മിനി അതിനെ ശക്തമായി എതിർക്കും. അവൾ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നു. എന്നാൽ പൂജാക്രിയകൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവളുടെ ശക്തി കുറഞ്ഞു വരും. ഒടുവിൽ അവൾ തളർന്നു വീഴുന്നു. പത്മിനിയുടെ ആത്മാവ് ഒഴിഞ്ഞതിനു ശേഷം നിരഞ്ജൻ അവളെയും കൂട്ടി അടുത്ത ദിവസം തറവാട്ടിൽ നിന്നും പുറപ്പെടും. ഇപ്പോൾ അവൻ അവളെ പത്മിനി എന്നല്ല വിളിക്കുന്നത്, പകരം മായ എന്നാണ്. അന്ന് രാവിലെ തന്നെ സാക്ഷിയും സുഹൃത്തും നിരഞ്ജനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തും. ആദ്യം നിരഞ്ജന്റെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തു പറയാൻ ഡോക്ടർ തയ്യാറാകില്ലെങ്കിലും സാക്ഷിയുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് ഒടുവിൽ അദ്ദേഹം സംസാരിക്കും. നിരഞ്ജൻ ഗുരുതരമായ സൈക്കാട്രിക് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെന്നും അവന്റെ മാനസികാവസ്ഥ കാരണം അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പോലും അപകട സാധ്യത ഉണ്ടാകുമെന്നും ഡോക്ടർ പറയും. ഈ വിവരം സാക്ഷിയെ കൂടുതൽ ഞെട്ടിക്കും. നിരഞ്ജൻ സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരാളല്ലെന്നും അവന്റെ രോഗാവസ്ഥ കാരണം യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും വ്യക്തികളെയും കാണാനും അനുഭവിക്കാനും സാധ്യതയുണ്ടെന്നും ഡോക്ടർ വ്യക്തമാക്കും. നിരഞ്ജനെ കുറിച്ചുള്ള സത്യം കണ്ടെത്താൻ അവൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകും. അവിടെ അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങളായി നിരഞ്ജൻ വീട്ടിലില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നിരഞ്ജൻ എപ്പോഴും പറയാറുണ്ടായിരുന്ന അർജുൻ എന്ന റൂംമേറ്റിനെ കുറിച്ചും അവൾ അവിടെ അന്വേഷിക്കും. പക്ഷെ അത്തരമൊരു വ്യക്തി ആ വീട്ടിൽ ഒരിക്കലും താമസിച്ചിട്ടില്ലെന്നാണ് അവർക്കറിയാൻ കഴിയുന്നത്. വർഷങ്ങളായി നിരഞ്ജൻ അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കണ്ടെത്താനായി സാക്ഷിയും സുഹൃത്തും വീടിനുള്ളിലേക്ക് കടക്കും. വീടിന്റെ അവസ്ഥ വളരെ വിചിത്രമായിരുന്നു. സാധനങ്ങളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ഓരോ മുറിയും പരിശോധിക്കുന്നതിനിടെ സാക്ഷിയുടെ ശ്രദ്ധ ഒരു ഫോട്ടോയിലേക്ക് പോകും. അവിടെയാണ് അവൾ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുക. നിരഞ്ജന്റെ ഒപ്പം മായ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു അത്. ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ മായ നിരഞ്ജന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് വ്യക്തമാണ്. അവൾ നിരഞ്ജന്റെ പ്രണയിനിയായിരുന്നോ അതോ ഭാര്യയാണോ എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു. സാക്ഷി ഉടനെ നിരഞ്ജന് കോൾ ചെയ്യും. ഇതിനിടെ നിരഞ്ജൻ മായയുമായി ഒരു യാത്രയിലാണ്. കാറിൽ അവന്റെ അരികിൽ മായയുണ്ട്. നിരഞ്ജൻ അവളോട് ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി ഒരുമിച്ച് പുതിയ ജീവിതം ആരംഭിക്കാമെന്ന് പറയും. പക്ഷെ ഇവിടെ നിന്നാണ് സിനിമ നമ്മളെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. നിരഞ്ജൻ ഓടിക്കുന്ന ആ കാറിൽ യഥാർത്ഥത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. മായ എന്ന പെൺകുട്ടി അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നില്ല. അവൾ നിരഞ്ജന്റെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഹാലുസിനേഷൻ ആയിരുന്നു. ശരി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മായയുമായി സംസാരിച്ചുകൊണ്ട് നിരഞ്ജൻ കാർ ഓടിച്ചു പോകുന്ന ദൃശ്യത്തോടെയാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. ഇതോടെ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു. പത്മിനി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ? മായ യഥാർത്ഥത്തിൽ ഒരു യക്ഷിയാണോ? അതോ നിരഞ്ജന്റെ മാനസികാവസ്ഥ സൃഷ്ടിച്ച മറ്റൊരു ലോകമായിരുന്നു അത്? സിനിമ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് നിരഞ്ജന് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആക്സിഡന്റിൽ മായ എന്ന ലവറോ അല്ലെങ്കിൽ ഭാര്യയോ മരണപ്പെട്ടിരിക്കാം. ആ സംഭവത്തിന് ശേഷം നിരഞ്ജന്റെ മാനസികാവസ്ഥ തകരുകയും യഥാർത്ഥത്തിൽ ഇല്ലാത്ത ആളുകളെയും സംഭവങ്ങളെയും അവൻ കാണാനും കേൾക്കാനും തുടങ്ങുകയും ചെയ്തിരിക്കാം. ചെറുപ്പം മുതൽ തന്നെ പത്മിനി തമ്പുരാട്ടിയുടെ കഥകൾ കേട്ട് വളർന്നതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ ആ കഥയ്ക്ക് ശക്തമായ ഒരു രൂപം നൽകിയിരിക്കാം. പിന്നീടുണ്ടായ പ്രേതാനുഭവങ്ങളും പത്മിനിയുമായുള്ള ബന്ധവുമെല്ലാം അവന്റെ ഹാലുസിനേഷന്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അരൂപി എന്ന ഈ മൂവിയുടെ ക്ലൈമാക്സ് ഒരു കൃത്യമായ ഉത്തരത്തെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവശേഷിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ടാറ്റാ.